ഒരു സഹോദരി ചോദിച്ചിട്ടുള്ളത് അവരുടെ മകൾ പിന്നെ അവർക്കിഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ പ്രണയത്തിലാവുകയും പിന്നീട് വീട്ടുകാരുടെ സമ്മതമില്ലാതെ അവർ വിവാഹം ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ കാരണം കൊണ്ട് ഭർത്താവും വീട്ടുകാരും പിന്നീട് അവളെ ഏറ്റെടുക്കാനോ അവരുമായി ബന്ധം പുലർത്താനോ ഒന്നും തയ്യാറാകുന്നില്ല. അവൾക്കതിൽ ഉമ്മയാണെന്നതിൽ വലിയ പ്രയാസമുണ്ട്. എന്നാൽ ഭർത്താവിനും തന്നെ ചില അവിഹിതമായിട്ടുള്ള ചില ബന്ധങ്ങളുണ്ട് എന്നറിയുകയും ഈ രണ്ടു കാര്യങ്ങളിൽ വല്ലാത്ത പ്രയാസമാണ്. തൻ്റെ മകൾ മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അവളായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവും അതിന് സമ്മതിക്കുന്നില്ല. ഭർത്താവിൻ്റെ ഉള്ള കാര്യത്തിലും ഇങ്ങനെയൊക്കെയുള്ളത്. അതുകൊണ്ട് മാനസികമായി വല്ലാത്തൊരു പ്രയാസത്തിലാണ്. ഒരു പരിഹാരം നിർദ്ദേശിച്ചു തരണമെന്നാണ് ഒരു സഹോദരി ചോദിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇതിൽ കാണുന്നത് ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ പോകുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണ്. പക്ഷേ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രായപൂർത്തിയായ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അവർ ചെയ്യുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദി അവർ തന്നെയാണ്. ഒമൻ അസാ ഫഅലൈഹ, ആരെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അവർക്കാണ്. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ പ്രായപൂർത്തിയാകുന്നത് വരെ നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ മതപരമായ ചിട്ടയിൽ വളർത്തിക്കൊണ്ടുവന്നു. അതിനുശേഷം അവർക്ക് സ്വാതന്ത്ര്യവും സൗകര്യമൊക്കെ കിട്ടുമ്പോൾ അവർ തെറ്റിലേക്ക് പോകുന്നു, അവിഹിതങ്ങളുണ്ടാകുന്നു, പ്രേമവിവാഹമാകുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്കാണ്. അപ്പോൾ അവരങ്ങനെ ചെയ്തല്ലോ എന്ന് നമ്മുടെ മക്കളാവുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാവും. പക്ഷേ നമ്മളുടെ പരിധിയിൽപ്പെടാത്ത, നമ്മുടെ നിയന്ത്രണത്തിൽപ്പെടാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ടെൻഷൻ അടിച്ചാൽ അത് നമ്മുടെ ജീവിതം തകർക്കുക മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ മക്കളെ നല്ല നിലത്ത് വളർത്തി പിന്നെ അവർ വഴിതെറ്റി പോകുമ്പോൾ ആ വഴിതെറ്റിപ്പോയതിൽ വേദനിച്ചും വിഷമിച്ചും നമ്മൾ കഴിച്ചു കൂട്ടുമ്പോൾ നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങളും ഉറക്കും ഒക്കെ തടസ്സപ്പെടുമെന്നല്ലാതെ അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ സ്വാഭാവികമായും ഇവരുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നില്ല, ഈ ബന്ധങ്ങൾക്ക് അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. അതിലൊരു കാര്യം കൂടി എന്താ വെച്ചാൽ, ഈ ഭർത്താവ് അതായത് ഉപ്പ ഈ കുട്ടിയെ ഉണ്ടാകുന്ന സമയത്തും അങ്ങനെ പരിഗണിച്ചിരുന്നില്ല. വളർത്തുന്ന വിഷയത്തിൽ തർബിയത്ത് കൊടുക്കുന്ന കാര്യത്തിലൊന്നും അത്ര പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് കൂടി അവർ എഴുതി ചേർത്തിട്ടുണ്ട് ആ വിഷയത്തിൽ. അതെ, അങ്ങനെ ഉണ്ടാവാം. എന്ത് തന്നെ ആയിരുന്നാലും സ്വാഭാവികമായി എന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെ അങ്ങനെ പോയത് കൊണ്ട് നമ്മളെന്തില്ല അവിടേറ്റ് ബന്ധം വേണ്ട എന്നൊരു തീരുമാനമെടുക്കുകയാണ് അയാൾ ചെയ്യണത്. പക്ഷെ അത് അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഒരു മകള് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അയാളുടെ ഭാര്യയ്ക്കുണ്ടാകുന്ന വേദനയുണ്ടല്ലോ, അതിന് പൂർണ്ണമായ പിന്തുണ അയാൾ കൊടുക്കേണ്ടത്. അതായത് അവരെ വേദനക്കും അവരെ വിഷമത്തിനും ഒരാശ്വാസം പകരുക എന്നുള്ളത് ഭർത്താവിൻ്റെ കടമയാണല്ലോ. മകൾ എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റിൻ്റെ പേരിൽ ഈ ഉമ്മയെ പീഡിപ്പിക്കുന്നതിന് യാതൊരു ന്യായവും ഇല്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യണം, ഇവരെ സമാശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും. ഒരു പക്ഷേ അവരിത് പീസ് റേഡിയോയിലേക്ക് എഴുതേണ്ടി വരുന്നത്, ഇങ്ങനെ ഒരു മഹാദുരന്തം തൻ്റെ മകൾക്ക് സംഭവിച്ചിട്ട് ആ ദുരന്തം എന്താണ് ഉമ്മയുടെ പേരിൽ മാത്രം വെച്ച് കെട്ടുകയും ഭർത്താവ് ആ കാര്യത്തിലൊന്നും ഏറ്റെടുക്കാതെ അതിൽ ഇവരുടെ വിഷമവും ഒരു ഉമ്മൻ്റെ മാനസികാവസ്ഥയും മനസ്സിലാക്കി ഒരു പിന്തുണ കൊടുത്ത് ഒന്ന് സമാശ്വസിപ്പിക്കുന്നില്ല എന്നത് അവിടെ ഗുരുതരമായൊരു തെറ്റാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുള്ളൂ, മക്കളെ നമ്മൾ നല്ല നിലക്ക് വളർത്തി പിന്നൊരു സമയമെത്തി അവരെന്ത് ചെയ്തു, അവർക്ക് എന്ത് തോന്നിയാസം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ. അതായത് അള്ളാഹുവിൻ്റെ അടുക്കൽ അവരാണ് അതിന് മറുപടി പറയേണ്ടത്. അപ്പം അങ്ങനെ വഴി തെറ്റിപ്പോകുന്നവരുടെ കുറിച്ച് അവർ തിരിച്ചു വരാൻ നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ ആ നിലക്കുള്ള ബന്ധങ്ങൾ പുലർത്തി അവരെ ശരിയാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നതിൽ കവിഞ്ഞ് അവരങ്ങനെ വരുന്നില്ലല്ലോ, അവരങ്ങനെ പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളെന്താണ് വിഷമിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ രോഗിയായി മാനസികമായി തളർന്ന് നമ്മുടെ ആരാധനകളും കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരിക്കലും പോകേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് ആ സഹോദരിയെ ഓർമ്മപ്പെടുത്താറുള്ളത്. അവനവൻ്റെ ജീവിതം അതെ, അത് നമ്മൾ ഭംഗിയായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അള്ളാഹു നമുക്കൊരു പരിഹാരം ഉണ്ടാക്കി തരും എന്ന ശുഭപ്രതീക്ഷയോടുകൂടെ നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം.